കേരളത്തിലും കർണാടകയിലും ഏപ്രിലിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്നു. വേനൽ മഴ ഉരുൾപൊട്ടലിന് കാരണമാകും. വരുന്ന ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പ്. ഏപ്രിലിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പ്. ഏപ്രിൽ 3, 4 തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 3-നും 4-നും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ താഴെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഏപ്രിൽ 4 വരെ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത എന്നാണ് അറിയിപ്പുകൾ. വിവിധ ജില്ലകളിൽ മിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. 3-ന് പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും 4-ന് എറണാകുളം, തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ചില സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായും പ്രവചനമുണ്ട്. മാർച്ചിൽ സംസ്ഥാനത്ത് 65.7 മില്ലിമീറ്റർ വേനൽ മഴ ലഭിച്ചുവെന്നാണ് കണക്ക്. മഴയുണ്ടെങ്കിലും സംസ്ഥാനത്ത് ചൂടും കൂടിയ തോതിൽ തുടരുകയാണ്. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ വേനൽ മഴ ലഭിച്ചേക്കുമെന്നാണ് അറിയിപ്പ്. വിവിധ ജില്ലകളിൽ മിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. മഴയ്ക്കൊപ്പം വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലർട്ട് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നലെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചു. 2017 ശേഷം മാർച്ചിൽ ഏറ്റവും അധികം വേനൽ മഴ ലഭിക്കുന്നത് ഇത്തവണയാണ്. 121 മില്ലിമീറ്റർ മഴ ലഭിച്ച കോട്ടയമാണ് ജില്ലകളിൽ മുന്നിൽ. കാസർഗോഡ് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും സാധാരണ മാർച്ചിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചു. മഴയുണ്ടെങ്കിലും സംസ്ഥാനത്ത് ചൂടും തുടരുകയാണ്. അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യവും പകൽ താപനിലയും സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉയർന്ന തോതിലാണ്. മുൻകരുതലിന്റെ ഭാഗമായി രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് വെയിൽ ഏൽക്കരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഒരു കാലത്ത് മഴക്കാലം എന്ന് പറഞ്ഞാൽ മലയാളികൾ വളരെ സന്തോഷത്തോടെ കാത്തുവയ്ക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ പ്രളയകാലത്തിന് ശേഷം ഓരോ മഴക്കാലവും മലയാളിക്ക് ഭീതിയുടെയും ദുരന്തത്തിന്റെയും ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. 2019 മുതൽ ഉരുൾപൊട്ടൽ എല്ലാ വർഷവും എത്തുന്ന ക്ഷണിക്കാത്ത അതിഥിയാണ്. പുത്തുമല, കവളപ്പാറ, പെട്ടിമുടി, കൂട്ടിക്കൽ, കൊക്കയാർ, ഇപ്പോൾ നിരവധി പേരുടെ ജീവനെടുത്ത വയനാട്ടിലെ ഉരുൾപൊട്ടലിനും കൂടി കേരളം സാക്ഷിയായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ നെഞ്ചിൽ ഒരു കനലായി മണ്ണിൽ എവിടെയോ പൊതിഞ്ഞു കിടക്കുന്ന അനേകം പേരുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയും മുൻകരുതലും എത്രത്തോളം ഫലപ്രാപ്തമാകും എന്നതിനെ ആശ്രയിച്ചാണ് മലയോരത്തും കുന്നുകളിലും താമസിക്കുന്ന ജീവനുകളുടെ സുരക്ഷിതത്വം. കേരളത്തിലെ 13% ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നതായി പഠനങ്ങൾ പുറത്തു വന്നിരുന്നു. മിഷിഗൺ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയുമായി ചേർന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ് ആണ് ഈ പഠനം പുറത്തുവിട്ടത്. 2018 പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതകൾ 3.46% ഉയർത്തിയതായും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. കനത്ത മഴ പെയ്യുമ്പോൾ സംഭരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും. ഭൂഗർഭജലത്തിന്റെ അളവ് കൂടിയാൽ മണ്ണിനടിയിൽ മർദ്ദം കൂടും. ഈ മർദ്ദത്തിന്റെ ഫലമായാണ് വെള്ളം പുറത്തേക്ക് ശക്തിയിൽ കുതിച്ചൊഴുകുക. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും തമ്മിൽ സാങ്കേതികമായ ചില മാറ്റങ്ങളുണ്ട്. പ്രായോഗികമായി രണ്ടിലും സംഭവിക്കുന്നത് മണ്ണും കല്ലും വെള്ളവും കൂടി താഴേക്ക് ഒഴുകി വരികയാണ്. എന്തായാലും ഈ ഏപ്രിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ജാഗ്രതയുള്ള ദിവസങ്ങളാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.